2025 ഓഗസ്റ്റ് 1 മുതൽ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് അല്ലെങ്കിൽ UP സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സിസ്റ്റത്തെ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമമാക്കുക എന്നതാണ് ഈ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇവ ഉപയോഗിക്കുന്നവർക്ക് ചില നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. UPIയിലെ ഓരോ മാറ്റങ്ങളും കസ്റ്റമേഴ്സിനെ നേരിട്ട് തന്നെ ബാധിക്കുന്നതാണ്. ഇനി UP കസ്റ്റമേഴ്സിന് ഓരോ UPIയിലും ഒരു ദിവസം 50 തവണ മാത്രമേ അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ. അതായത് 2 ആപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോന്നിനും 50 ബാലൻസ് പരിശോധനകൾ സാധ്യമാക്കും. ഇടപാട് വിജയകരമായിരുന്നു എന്ന് പരിശോധിക്കാൻ ഇനി സമയവും എടുക്കും. ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ 90 സെക്കൻഡാണ് സമയമെടുക്കുക. കൂടാതെ 2 മണിക്കൂറിനുള്ളിൽ പരമാവധി 3 തവണ മാത്രമേ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ പാടുള്ളൂ. പേടിഎം, ഫോൺപേ, ഗൂഗിൾ പേ, ആമസോൺ പേ പോലുള്ള എല്ലാ പേയ്മെന്റ് സേവന ദാതാക്കളും എല്ലാ ബാങ്കുകളും അവരുടെ API ഉപയോഗം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ NPCI നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ലിസ്റ്റ് ആക്സസ് 25 തവണയായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ആപ്പിൽ ഒരു ദിവസം 25 തവണ മാത്രമേ കസ്റ്റമേഴ്സിന് അവരുടെ മൊബൈൽ നമ്പറുമായി ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ കഴിയൂ. ഉപയോക്താവ് അവരുടെ ബാങ്ക് തിരഞ്ഞെടുത്ത് സമ്മതം നൽകിയാൽ മാത്രമേ ഈ അഭ്യർത്ഥന പ്രവർത്തിക്കൂ. ബാങ്കുകളുടെ ആപ്പുകളും ഇത് പാലിക്കണം. നിയമങ്ങൾ ലംഘിക്കുന്നവർ പിഴ, ഉപയോഗ നിയന്ത്രണങ്ങൾ, പുതിയ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്നതിൽ നിന്ന് വിലക്ക് എന്നിവ നേരിടേണ്ടി വരാം. എല്ലാ PSPകളും 2025 ഓഗസ്റ്റ് 31-നകം ഒരു സിസ്റ്റം ഓഡിറ്റ് അണ്ടർടേക്കിംഗ് സമർപ്പിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.